പ്രിപ്പയർ അതാ ഞാനിപ്പോൾ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നൊരു ഫേസ് പാക്കാണ് ഗൈസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. DIY ഫേസ് പാക്ക്, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനമൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മളൊരു ഫേസ് പാക്ക് അങ്ങ് സെറ്റാക്കും അല്ലേ. അപ്പോൾ പക്ഷേ വെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ സ്കിൻ ആക്കാനും ഒരു നാച്ചുറലായിട്ട് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ഗ്ലോ പ്രസൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന്. പക്ഷേ ചില കാര്യങ്ങൾ കാരണം നമ്മൾ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കാത്തത് കൊണ്ടും പിന്നെ വെളിയിലുള്ള ഈ പൊടിയും അതൊക്കെ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഞാൻ പറയത്തില്ല കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എല്ലാവരും ഇത് ചെയ്യണം എന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ള നിങ്ങളുടെ ജീവിതം മാറി മറിക്കും. നിങ്ങൾക്ക് യുവത്വം നിലനിർത്താനും നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് ഉള്ള സെറ്റപ്പ് ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, 1 മാസം നിങ്ങൾ ആഴ്ചയിൽ 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട്. സത്യമായിട്ടൊരു റിസൾട്ട് കിട്ടും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനീ പറയുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടിട്ട് ഇതെനിക്കറിയാം എന്നും പറഞ്ഞ് സ്കിപ്പ് അടിച്ച് പോകരുത് ഗൈസ്. മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ പഴുത്ത പഴം കേട്ടോ, നല്ല പഴുത്ത പഴം എടുത്തോളൂ. എന്നിട്ട് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ പാലോ അല്ലെങ്കിൽ തൈരോ. ഓക്കെ, മൂന്നാമത്തതാണ് തേനാണ് നമ്മുടെ മാജിക് കാണിക്കുന്ന പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ തയ്യാറാക്കുന്ന സംഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ തേനെടുത്തു. തേന്, പിന്നെ പാല്, പിന്നെന്താണ് പഴുത്ത ഏതെങ്കിലും പഴം, നല്ല പഴുത്ത പഴം. ഞാൻ ഇവിടെ റോബസ്റ്റയുടെ നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ മുഖത്തും കഴുത്തിനും അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇത്രയും മൊത്തത്തിലുള്ള ഈ ഒരു പഴം തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ മുഖത്ത് മാത്രമാണെങ്കിൽ ഇതിൻ്റെ ഒരു അരഭാഗം മതി കേട്ടോ, അത്രയേ ഉള്ളൂ. സോ ഗൈസ്, നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമുക്കിത് തയ്യാറാക്കാം. ഈസിയാണ്, സംഭവമൊന്നുമില്ല. എൻ്റെ അളവ് ഞാനിപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ ഗൈസ്, പാല് ഇപ്പം എത്ര ടേബിൾ സ്പൂൺ എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ പഴം നല്ലതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റില്ല. ഇതാണ്ട പാല്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തു. വീണ്ടും 2 എണ്ണം എടുത്തു. ഇനി 3 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള, ഞാനിപ്പോൾ മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് പഴത്തിൻ്റെ ഇതേ എടുക്കത്തുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു പഴത്തിൻ്റെ അരഭാഗം. അപ്പോൾ കഴിച്ച് നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോർക്ക് എടുത്തത് കുറച്ചും കൂടെ ഇങ്ങനെ സ്മാഷ് ആക്കാനായിട്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പഴം, പാല്, തേന് ഇത് 3ഉം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിപൊളി പേസ്റ്റ് വരുത്തി കിട്ടും കേട്ടോ. ഓക്കെ, പഴത്തിൻ്റെ ഒരു അരഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ എടുത്ത പഴമെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഇത്രേ കാണത്തുള്ളൂ. നമ്മളിനി അത് ആ പാലിനകത്ത് തന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, പഴവും പാലും തേനും ഇത് 3ഉം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഞാൻ പിന്നെ ഫോർക്ക് എടുത്ത് കളഞ്ഞു, അത് വെച്ചിട്ടൊരു സുഖമില്ല കേട്ടോ. പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ സെറ്റായിട്ട് വരുന്നത്. പിന്നെ മിക്സിയിലിട്ട് അടിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ളൊരു അളവല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ സ്മാഷായി കിട്ടും. കുറച്ചുള്ളതുകൊണ്ട് അതൊന്ന് അരഞ്ഞിങ്ങനെ ഒന്ന് സെറ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ്. ഞാൻ വിചാരിച്ചു കൈ കൊണ്ട് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ. 3ഉം കൂടെ മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് പറ്റത്തില്ല കേട്ടോ.
പഴം നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പഴത്തിനകത്ത് ഒരുപാട് വൈറ്റമിൻസും അതേപോലെ തന്നെ വെള്ളാംശമുണ്ട്. വെള്ളാംശം എന്ന് വെച്ചാൽ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് ഫേസ് പാക്കിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ മുഖത്ത് വെള്ളാംശമൊക്കെ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനം വെച്ച് നമ്മളൊരു ഫേസ് പാക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേന് എന്തോ ചെയ്യും, നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസിങ് ഒരു സ്കിന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ വെള്ളാംശം കൂട്ടും. വെള്ളാംശം കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്ലോവും കൂടും. പിന്നെ പാലല്ലെങ്കിൽ തൈര്, ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറുമാണ്. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മുഖം വൃത്തിയാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം വെച്ചിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വീണ്ടെടുക്കാൻ സഹായിക്കും. ഇനി മൂന്നാമതാണ് തേനെന്ന് പറയുന്നത്, തേനകത്ത് ഇഷ്ടം പോലെ ഗുണങ്ങളുണ്ട്. തേനൊരു പ്രത്യേക പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ മുഖത്തെ വെള്ളാംശമേ അത് അവർ ലോക്ക് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ മുറുകെ പിടിച്ചു വെക്കും. മുറുകെ പിടിച്ചു വെക്കുമ്പോൾ എന്തോ ചെയ്യും? നമ്മുടെ ഗ്ലോ നമുക്ക് നഷ്ടപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖത്തെ നല്ല രീതിക്കുള്ള ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ചുളിവ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് തരാൻ നൽകും. അതുകൊണ്ടാണ് നമ്മൾ തേനും കൂടെ എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ സെറ്റായിട്ട് മുഖത്ത് ഒരു മാസമെങ്കിലും ഇടുമ്പോൾ നാച്ചുറലി നമ്മുടെ യൂത്ത്ഫുൾ സ്കിന്നും നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ പാൽപ്പായസം പോലെ ഉണ്ട് ഗൈസ്. ഓക്കെ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ? നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മുഖത്തേക്കാം കേട്ടോ. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾക്ക് കിട്ടാൻ. ഒരുപാട് വെള്ളമായിരിക്കല്, ഒരുപാട് തിക്കും ആയിരിക്കല്, നടുക്കുള്ള ഒരു കൺസിസ്റ്റൻസി വേണം. എന്നാലേ നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഇരിക്കത്തുള്ളൂ. സോ നമുക്കിതിന് അപ്ലൈ ചെയ്യാം. സോ പെയ്യെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് എത്ര നേരം വെക്കുന്നെന്ന് ചോദിച്ചാൽ ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ്, അതിൽ കൂടുതൽ പോകണ്ട. കാരണം കുറച്ചും കൂടെ ആകുമ്പോൾ ചുളുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കിന്നൊന്ന് ചുളുങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ആഫ്റ്റർ എഫക്റ്റ് പിന്നെ വരാം. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട. നിങ്ങൾക്ക് മുഖത്തോ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാൻ കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് നാച്ചുറൽ ഗൈസ്. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. കണ്ടോ, ഇത് തന്നെ എനിക്കിനി അധികമാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഒരു പഴത്തിൻ്റെ പാതി പഴം എടുത്തിട്ടും നമുക്കത് എക്സ്ട്രാ ആയിട്ട് വരും. ഇപ്പം ഞാൻ മുഖത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട്, ഫുൾ ബോഡി നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് അത്രയും മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, 15 മിനിറ്റെങ്കിലും കഴിഞ്ഞാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒട്ടുന്നുണ്ട് മുഖം, കണ്ടോ? എപ്പോൾ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ഒട്ടി തുടങ്ങുന്നു അപ്പം തന്നെ പോയി ഫേസ് വാഷ് ചെയ്ത് വരിക കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വരാം. ഓക്കെ, ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഡിഫറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കിന്നിൽ തൊടുമ്പോൾ സത്യം പറയട്ടെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആ പഴയ ഒരു കോലത്തിൽ നിന്ന് കുറച്ച് ഒരു ടോൺ ഇൻക്രീസ് അല്ല, എന്തോ ഒരു ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറയാം, അതിന് മുന്നേ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയോ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആവുകയും ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ശരിക്കും ഒരു ഡിഫറൻസ് ഇപ്പം തന്നെ ഫസ്റ്റ് ഒരു ഇതിൽ തന്നെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്, വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.